നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് നമ്മൾ ഡയബിളായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു ബനാറസി കളക്ഷൻസിൽ ബോഡി പാർട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബുട്ട വർക്ക് വരുന്നു. താഴേക്ക് ദാമൻ ബിഗ് ബോർഡർ കോൺസെപ്റ്റ്, പെർ മീറ്റർ 570. ഇതിങ്ങനെ ഒരു ഗോൾഡൻ മൈൽഡ് ആയിട്ടുള്ള ഒരു ചെറിയാണ് വരണേ. നമുക്കിത് ലാച്ച, ലെഹങ്ക അല്ലെങ്കിൽ ടോപ്പായിട്ട് സെറ്റ് ചെയ്യാം. വൈറ്റ് ഡയബിളായിട്ട്. നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ബുട്ട വർക്ക്, ചെറിയ ഒരു സൈസ് വലുതായിട്ട്. ഇതിങ്ങനെ ഒരു ചെറിയൊരു ബുട്ട, ബോർഡറിലോട്ട് ബനാറസിയുടെ ഈ ഒരു പാറ്റേൺ ഡയബിളാണ്. ആ ഒരു റേഞ്ച് ഇപ്പോൾ 570 അങ്ങനെ. ഇത് വരുമ്പോഴേക്കും നമുക്ക് ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്യാം. ജോർജറ്റാണ്. 295 ആണ് മീറ്റർ വരുന്നത്. ത്രെഡ് വർക്കും ചെറിയ സീക്വൻസും ഒക്കെ ആയിട്ട് ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്യാം. ടോപ്പ് 5.5 മീറ്റർ എടുത്തിട്ട് വേണമെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് പോകാം. ആ ഒരു ഡയബിളായിട്ടുള്ള ജോർജറ്റ് 60x60 ആ ഒരു കൗണ്ടിലാണ് ജോർജറ്റ് വരുന്നത്. ഇത് വരുമ്പോഴേക്ക് 240 വിത്ത് ഗോൾഡൻ ബുട്ട. ഇത് വരുമ്പോഴും 270. ചെറിയൊരു വേരിയേഷൻ. ഇത് കുറച്ച് ചെറിയ അളവിൽ, ഇത് കുറച്ച് ബിഗ് ആ ഒരു, പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല ഡിസൈൻസാണ്. ടോപ്പൊക്കെ സെറ്റ് ചെയ്യാം. ആലിയക്കട്ട് അങ്ങനെ ഒരു പാർട്ടി വെയർ ഒക്കേഷൻസിലേക്ക് നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് കളറൊക്കെ ഒരു നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറിലേക്ക് ഡൈ ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല റണ്ണിങ് മെറ്റീരിയൽസാണ്. നെക്സ്റ്റ് നമുക്കിതൊരു പാറ്റേൺ ചെയ്ത് നല്ലൊരു ഹെവി റിച്ച് ബ്രൈഡൽ കോൺസെപ്റ്റിലേക്ക് ഹൽദിക്ക് വേണമെങ്കിൽ ചെയ്യാം. സംഗീത് പോലുള്ള ഇതിലേക്ക് ഒരു കൊസി ആ ഒരു തീമൊക്കെ ആയിട്ട് ഇൻഡോ വെസ്റ്റേൺ ആയിട്ട് സെറ്റ് ചെയ്യാം. ഷെറാറ ഒരു പാറ്റേണിലേക്ക് സെറ്റ് ചെയ്യാം. കുറച്ചൊരു പാർട്ടി വെയർ മൂഡിലോട്ട് ഫങ്ഷൻസിന് അതനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസാണ്. അതിന് പറ്റിയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലാണ്, ഡയബിളാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വെഡ്ഡിങ് ഒക്കെ അടുത്ത് വരുമ്പോഴേക്കും അതിന് ഒത്തിരി ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഒരു 4-5 ഫങ്ഷൻസ് എന്തായാലും ഒരു വെഡ്ഡിങ് വരുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നുണ്ട്. അപ്പോൾ ഓരോ തീമിനും അനുസരിച്ച് ഉള്ള കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്ന ഒരു ഹെവി റിച്ച് കോൺസെപ്റ്റൊക്കെ ഹൽദിക്ക് പറ്റും, സംഗീത് നൈറ്റിന് പറ്റും, നൈറ്റ് റിസപ്ഷൻസ് മൂഡിലോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. നമ്മളിപ്പോൾ ഈ അടുത്തിടെ ഏറ്റവും വലിയൊരു കല്യാണം കണ്ടു, വളരെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഹൈലൈറ്റഡ് ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെ വന്ന അവരുടെയൊക്കെ ആ കോസ്റ്റ്യൂമിലേക്ക് നമുക്ക് ഇങ്ങനെ പാർട്ടി വെയർ മൂഡിൽ നമുക്ക് എന്തും സെറ്റ് ചെയ്യാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയലാണ്. ഇതെല്ലാം റിച്ച് ആയിട്ടുള്ള ഇത് വരുമ്പോഴേക്കും ഒരു അൺകട്ട് ഡയമണ്ട് ആ ഒരു പാറ്റേൺ വരുന്നു. ഇത് ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രൈസിലേക്കും 1300 ആണ്. 1300 ഉണ്ടോ. ഇതൊക്കെ നന്നായിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് സെറ്റ് ചെയ്യാം. എത്ര ഹെവി വർക്കുമാണ്. ദാമൻ സൈഡ് ലെഹങ്കയൊക്കെ സെറ്റ് ചെയ്യാം. പാനൽ കട്ട് സ്കേർട്ട് സെറ്റ് ചെയ്യാം. ഷെറാറ പോലെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ തന്നെ ബോഡി പാർട്ട് എടുത്തിട്ട് ക്രോപ്പ് ടോപ്പ് സെറ്റ് ചെയ്യുക, അതിനോട് മാച്ച് ചെയ്ത് ദുപ്പട്ട. അതും ഡയബിളായിട്ടുള്ള റെഡിമെയ്ഡ് ദുപ്പട്ടയുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കളർ തീം അനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഹെവിയാണ് വർക്ക്. ഇത്രയും ആ ഒരു ബിഗ് ബോർഡർ കോൺസെപ്റ്റിലേക്ക് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ ജെറിയാണ് ഈ ഒരു വർക്കുകളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഒരു വേവ് ഡിസൈൻ പോലെ ജെറി വർക്ക് വരുന്നു. ഇത് പെർ മീറ്റർ വരുന്ന 860 ആണ്. 60x60 ആ ഒരു ജോർജറ്റ് ക്വാളിറ്റിയിൽ വന്നിട്ട് അതിലേക്കാണ് ഈ ഒരു വർക്കുകൾ വന്നിരിക്കുന്നത്. ഡയബിളായിട്ടുള്ള മെറ്റീരിയൽ, നല്ല GSM ആ അത്ര ക്വാണ്ടിറ്റി ഉള്ള ഒരു സംഭവമാണ്. ഇപ്പം നമ്മൾ ഇത് വരുമ്പോഴേക്കും നമുക്ക് ബ്ലൗസിൻ്റെ മെറ്റീരിയലായിട്ടൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് നോക്കൂ, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ലെഹങ്കയായിട്ട് സെറ്റ് ചെയ്യാം. ഇത് ക്രോപ്പ് ടോപ്പായിട്ട് സെറ്റ് ചെയ്യാം.
ഇത്ര പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ആ ഒരു മാച്ചിങ് സെയിം ഗോൾഡൻ ആ ഒരു ഷെയ്ഡൊക്കെ ഒരേപോലെ വരുന്നുണ്ട്. വളരെ ഒരു റോയൽ ലുക്കാണ് ഈ ഒരു മെറ്റീരിയൽ. അസിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ ഈ ഒരു ഡയബിൾ കളറിലേക്കും. ഇനി ഇതിൻ്റെയൊക്കെ ഏറ്റവും ഒരു എക്സ്ട്രീം എൻഡെന്ന് തന്നെ പറയാം, ആ ഒരു ഐവറി കളറിലോട്ട് പേൾ ക്രീമിലോട്ട് ഒക്കെ ഇങ്ങനെ ഡൈ ചെയ്തെടുക്കുമ്പോൾ വരുന്ന, നമ്മൾ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ബ്രൈഡിന് ഇത്രയും വളരെ സ്പെഷ്യലാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഇത് ഇനിയും വരുമ്പോഴേക്കും നമുക്ക് ബനാറസി മെറ്റീരിയലിലേക്ക് ബുട്ട വർക്ക് വിത്തൗട്ട് ബോർഡർ. ഇത് സാരിയായിട്ട് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഡയബിളാണ്. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ജോർജറ്റിൻ്റെ ക്വാളിറ്റിയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹെവി ക്വാളിറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് 345 ആണ്. ഇത് വീണ്ടും ബനാറസി, ചെറിയ ബുട്ട, വലിയ ബുട്ട, ഡയമണ്ട് ഒരു ഷേപ്പിലേക്ക്. ഇത് സർക്കിളായിട്ടുള്ള ഒരു പാറ്റേൺ വിത്തൗട്ട് ബോർഡർ. ഇത് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറിലേക്ക് ഡൈ ചെയ്ത് 5.5 മീറ്റർ സാരി ആയിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഗോൾഡൻ സീക്വൻസിൻ്റെയൊക്കെ ഒരു ബ്ലൗസ് മാച്ച് ചെയ്യണതൊക്കെ സെറ്റ് ചെയ്ത് ഒരു റെയറായിട്ട് എക്സ്ട്രീം അല്ലേ യുണീക്കായിട്ടുള്ള ഡിസൈൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല റണ്ണിങ് മെറ്റീരിയലാണ്. ഇത് വീണ്ടും അതുപോലെ തന്നെ ഒരു ചെറിയ ചെറിയ ബുട്ട. അപ്പം നമുക്ക് കുറച്ചൊരു വേറൊരു സാരി സ്ട്രൈപ്സ് പാറ്റേൺ പോയി കഴിഞ്ഞാൽ ബ്ലൗസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്യാം. എല്ലാം ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ചെറിയ വേരിയേഷനിൽ ഡിസൈൻസിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട്. ഇത് പെർ മീറ്റർ 345. ഇത് നോക്കൂ, ഈ ഒരു മോട്ടിഫ് വന്നപ്പോഴേക്കും കുറച്ച് ഡിഫറെൻ്റായി. ഗോൾഡിൻ്റെ കളറിലോട്ടും ചെറിയൊരു വേരിയേഷൻ. ഇത് വരുമ്പോൾ ഒരു ഗോൾഡും സിൽവറും കൂടെ ചേർന്ന് വന്നു. ഇത് നല്ല ആൻറ്റിക് ഗോൾഡ്. അങ്ങനെ ഡിസൈൻസിലും ഇതിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസിലാണ് ഈ റണ്ണിങ് മെറ്റീരിയൽ. ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ജെറിയിലും സീക്വൻസിലൊക്കെ ചെറിയ വേരിയേഷൻ വരുമ്പോൾ ക്രോപ്പ് ടോപ്പ് സെറ്റ് ചെയ്യുമ്പോഴേക്കും ആ സെയിം കളർ ടോൺ തന്നെ വരുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് 370. ഇത് ജോർജറ്റ് 370 തന്നെ. ഇതെല്ലാം ബനാറസി വിത്തൗട്ട് ബോർഡറിലേക്ക് ബുട്ട വരുന്നു. ഇത് വരുമ്പോൾ ബനാറസിയിൽ ഒരു ജാലി ഡിസൈൻസാണ്. ഫുൾ ഒരു ഗോൾഡൻ വർക്കുകൾ. നല്ല പ്രൈസ് റേഞ്ചാണിത്. ഇത് ആ ഒരു കണ്ടോ ഇത്രയും തിക്കായിട്ട് വന്നിട്ട് ജോർജറ്റ് ഡയബിൾ 410 ആണ് പെർ മീറ്റർ വരണേ. സാരിയൊക്കെ വളരെ ഒരു പാർട്ടി വെയർ മൂഡിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഡാർക്കായിട്ടുള്ള കളറിലേക്ക് ദുപ്പട്ട സെറ്റ് ചെയ്തിട്ട് ആ ഒരു ജെറ്റ് ബ്ലാക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ടോപ്പും ബോട്ടും അതേപോലെ സെറ്റ് ചെയ്യുന്നു. ദുപ്പട്ട മാത്രം ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. ഇത് സ്ട്രൈപ്സ് ആണ് പാറ്റേൺ. ഇതിൻ്റെ വീതി ഒരു 38-40 ആണ് വരുന്നത്. ഒരു സിൽവറും ഗോൾഡും കൂടെ ചേർന്ന് വരുന്ന ഒരു സട്ടിൽ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ജെറിയാണ് വരണത്. ഇത് പെർ മീറ്റർ 410. ഇത് വീണ്ടും ബനാറസിയുടെ ഒരു ജാലി ഡിസൈൻ ക്രീപ്പറായിട്ട് വന്നിട്ട് ഇതാ ചെറിയൊരു ഫ്ലോറിലും കൂടെ ചേർന്ന് വന്നു. തിക്കായിട്ടുള്ളൊരു വർക്കാണ്. പെർ മീറ്റർ 475. നെക്സ്റ്റ് ഒരു ബനാറസി മെറ്റീരിയൽ തന്നെ ആൻറ്റിക് ഗോൾഡ് ജെറി വരുന്നു. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫ്ലോറൽ ഡിസൈൻസ്. 44 ഇഞ്ച് വീതിയാണ് വരണേ. അപ്പോൾ ഇതിൻ്റെ എൻഡിലേക്ക് വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ട് മടക്കി അടിച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് സാരിയായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്കാലോപ്പ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം.
നല്ലൊരു റിച്ച് ആയിട്ടുള്ള ദുപ്പട്ടയായിട്ട് ഇതിലൊക്കെ വരുമ്പോഴേക്കും ആ ഡാർക്ക് നേവി ബ്ലൂവിനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, ഡാർക്ക് മെറൂൺ, ആ ഒരു കുങ്കും മെറൂൺ, അതിൻ്റെ എക്സ്ട്രീം ആ ഒരു ഡാർക്കായിട്ട് പിടിക്കണം. അപ്പോൾ ഇതിലൊക്കെ വളരെ ഭംഗിയായിട്ടുള്ളൊരു കളക്ഷനാണ്.